അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ ഓവനോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഓയിലോ ഒന്നും ഉപയോഗിക്കാതെ കുക്കറിൽ നല്ലൊരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് തയ്യാറാക്കുന്നത്. ഏത് തരത്തിലുള്ള ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാനും ഈ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് നമുക്ക് ഉപയോഗിക്കാം. നല്ല സോഫ്റ്റുമാണ്, ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കാം. തണുത്ത മുട്ട എടുക്കരുത്. നമ്മുടെ കയ്യിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്ത മുട്ടയാണെങ്കിൽ പുറത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ മാറിയ ശേഷം എടുക്കുക. അപ്പോൾ ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിൽ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പൊടിക്കാത്ത പഞ്ചസാര മതി. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ബീറ്റർ ഓൺ ആക്കാതെ ഈ മുട്ടയും പഞ്ചസാരയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ചെറുതായി ഒന്ന് മിക്സായി വന്ന ശേഷം പിന്നെ ബീറ്റർ ഓൺ ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് സമയം വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിതിപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. മധുരമുള്ള കൊക്കോ പൗഡർ അല്ല കേട്ടോ, മധുരമില്ലാത്ത കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി പതുക്കെ പതുക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പീഡിൽ എല്ലാം കൂടെ കുത്തി ഇളക്കരുത്. പതുക്കെ പതുക്കെ ഇതുപോലെ മിക്സ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കണം. ഇപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മൈദപ്പൊടിയും കൊക്കോ പൗഡറും ഒക്കെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട മിക്സിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ട ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനൊരു അലൂമിനിയം കുക്കർ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് ആദ്യം നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഞാൻ ഈ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കേക്ക് അധികം ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചുള്ള കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്കിലേക്ക് എടുത്തിട്ടുള്ളത് 4 മുട്ടയാണ്. 4 മുട്ടയ്ക്ക് 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും. അപ്പോൾ മൈദപ്പൊടി കൂടി പോകരുത്. മൈദപ്പൊടി കൂടി പോയിട്ടേൽ കേക്ക് ഇത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. ഇപ്പോൾ ബാറ്റർ എല്ലാം ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വെക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു പഴയ തട്ട് ഇതുപോലെ താഴെ വെച്ച് കൊടുത്തിട്ട് അതിലാണ് ഈ കുക്കർ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറിൻ്റെ മൂടിയിലുള്ള ഈ വെയിറ്റ് മാറ്റിയ ശേഷം വേണം നമുക്ക് കുക്കർ മൂടി വെക്കാൻ. ഇപ്പോൾ ഞാൻ കുക്കറെല്ലാം നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ 35 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 40 മിനിറ്റ് വേണം നമുക്ക് ഈ കേക്ക് റെഡി ആവാൻ. അപ്പോൾ ഞാനിപ്പോൾ ഈ കേക്ക് വെച്ചിട്ട് 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കൊരു കത്തിയോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് വെന്തിട്ടുണ്ടോ നോക്കാം. കത്തിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് ഞാനിപ്പോൾ ഒന്ന് ചൂടാറിയ ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആട്ടോ, അടി കരിഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എന്നാലും ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഏത് തരത്തിലുള്ള കേക്ക് തയ്യാറാക്കാനും നമുക്ക് ഈ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉപയോഗിക്കാം. ഞാനിത് വെച്ചിട്ട് ചോക്ലേറ്റ് ട്രസ്ലെച്ചസ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് ട്രസ്ലെച്ചസ് കേക്ക് തയ്യാറാക്കുന്നത് ഞാൻ അടുത്ത ദിവസം കാണിക്കാം. അപ്പോൾ നമ്മൾ ഓവനോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ കുക്കറിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ കേക്ക് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.